ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം. പണ്ട് സ്കൂളിൽ കത്തൊക്കെ എഴുതണ പോലെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എൻ്റെ കാക്കൻ്റെ മോൻ്റെ പല്ലട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ടാണ്. അപ്പോൾ അന്ന് ഉച്ചക്ക് നമുക്ക് ചിക്കൻ ബിരിയാണിയും ചെമ്മീൻ പൊരിച്ചതും കാര്യങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അട ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പല്ലടൻ്റെ മെയിൻ ഐറ്റം അടാണല്ലോ. അപ്പം കടലപ്പരിപ്പ് തലേന്ന് തന്നെ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ. എനിക്ക് അട ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ അതുണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. അപ്പം തലേന്ന് സോക്ക് ചെയ്ത ആ ഒരു കടലപ്പരിപ്പുണ്ടല്ലോ, അത് കുക്കറിലിട്ട് ഷൂ ആക്കുക, അല്ലെങ്കിൽ വേവിക്കാം, ഡിപ്പെൻസ് ആണ്. അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, നമ്മൾ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, പഞ്ചസാരയും ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടല്ലോ അത് കുഴച്ച ശേഷം കൈകൊണ്ട് പ്രസ് ചെയ്ത് അട ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ അച്ചാണ് യൂസ് ചെയ്തത്. കാരണം ഞാൻ ഉണ്ടാക്കിയ അട അത് കൊളായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രസ്സിലിൻ്റെ അനിയനാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആക്യുറസിയും പ്രിസിഷനൊക്കെ എടുത്തിട്ട് അടിപൊളിയാക്കിയിട്ട് ചെയ്തട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അട വെച്ച് പൊരിച്ച് തന്ന് അത് കഴിഞ്ഞ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു മധുരത്തിൻ്റെ കൂടെ ഒരു എരിവ്, അത്രേ ഉള്ളൂ. അങ്ങനെ അതുണ്ടാക്കി. പിന്നെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡെക്കറേഷനിലേക്ക് നിന്ന് ഡെക്കറേഷൻ ചെയ്ത് കാക്കിയും അനിയനും ആയിരുന്നു കേട്ടോ. അതായത് ബേബീൻ്റെ എപ്പിയും പിന്നെ അനിയനും. അപ്പോൾ ഞാനിത് ഫസ്റ്റായിട്ട് ഈ ഡെക്കറേഷൻ കണ്ടത് നമ്മളൊരു റിലേറ്റീവ് ഉണ്ട്, ഫാത്തിമ. ഓളോളം മോനിക്ക് വേണ്ടി ചെയ്തത് കണ്ടതേനു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാണാൻ. അപ്പോൾ ഞാനത് കോപ്പി അടിച്ചിട്ട് അതേപോലെ ഓളോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് പ്രിൻ്റൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ഫെയറി ലൈറ്റ്സൊക്കെ വെച്ച്, പിന്നെ അധികം ആർഭാടാക്കിയില്ല, കാരണം ഓവറാക്കി തള്ളാക്കി കൊളാക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. ഇതാണ് ഏകദേശം നമ്മളെ ഒരു ഡെക്കറേഷൻ. പിന്നെ പല്ലടക്ക് വേണ്ട ഐറ്റംസ് വെച്ച് നമ്മളെന്തൊക്കെ വെച്ചറിയാം: അട, താക്കോല്, പെന്ന്, ബുക്ക്, പിന്നെ മൊച്ചിങ്ങ, പൈസ, പിന്നെ എന്തേനു ഗോൾഡ്, അങ്ങനെ വെച്ചേട്ടോ. ചിലവർ കരിപ്പെട്ടി വെക്കണവരുണ്ട്, ഉപ്പ്, കത്തി, കൊടുവാള്, അങ്ങനെ പല ഐറ്റംസ് വെക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളതൊന്നും വെച്ചില്ല. നമ്മൾ നെഗറ്റീവിനെ അടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കി. നമ്മൾ വെറും പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. തീപ്പെട്ടി വരെ വെക്കും, നമ്മളതൊന്നും വെച്ചില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ വെക്കാൻ നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സ്ഥലം കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ കോഴിക്കോടാണ് 2 കമൻറ്റ് ഇട്ടോളയും. അത് കഴിഞ്ഞതിന് ശേഷം ബേബി അട എടുക്കാൻ വേണ്ടി വന്ന് ഫസ്റ്റ് മൂപ്പര് എടുത്തത് മുച്ചിങ്ങേനും. നമ്മൾ 3 പ്രാവശ്യം ഇങ്ങനെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എപ്പോഴും എടുപ്പിക്കുകയല്ലേ, എന്താ അറിയില്ല. എൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണോ അതൊക്കെ അറിയില്ല കേട്ടോ. രണ്ടാമത്തെ ബേബി എടുത്തത് അടയിനും. മൂന്നാമത് മൂപ്പര് എടുത്തത് എന്തായിരുന്നു ഗോൾഡ്. അങ്ങനെ 3 സന്തോഷമായി. 3 അടിപൊളി കാര്യങ്ങളാണ് മോൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഓൻ്റെ എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു കേക്ക് കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഗോട്ട് മൈ ഫസ്റ്റ് ടൂത്ത് പറഞ്ഞിട്ട് നല്ലൊരു കേക്ക് ആയിരുന്നു. അതും കൂടി കട്ട് ചെയ്ത ശേഷം അടിയും കട്ട്ലേറ്റും കൂടി നമ്മൾ ചായ കുടിച്ച് ആ ഒരു അടപ്പരിപാടി അതോടുകൂടി അവിടെ തീർന്നു. പല്ലടവെക്കൽ കുതാഗാവ നല്ലൊരു ശുഭദിനായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.